പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ച മുതൽ ഡോക്യുമെൻറ്റുകൾ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. നമ്മൾ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തിന് വേണ്ട ഡെയിലി ബ്രെഡാണല്ല ഇത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോയെത്തില്ലേ, അപ്പോൾ ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെട്ടില്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സ്കെച്ച് പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം. അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്റ് പ്രാർത്ഥനയാണ്ട സമയമായിരിക്കും. നിങ്ങളുടെ സ്കെച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്ന് പറയും. അതുപോലെ തന്നെ നിങ്ങളുടെ യാത്ര, വിദേശ യാത്രയ്ക്കൊക്കെ പോകണവരില്ലേ, അവിടെ ടിക്കറ്റുകൾ എടുക്കണം. ടിക്കറ്റുകൾ, പാസ്പോർട്ട് രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ സമയത്ത്. അപ്പോൾ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം. ആശുപത്രിയിൽ പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ, ആശുപത്രിയുടെ നിങ്ങളുടെ
ഡയഗ്നോസിൻ്റെ പേപ്പറും മരുന്ന് പ്രിസ്ക്രിപ്ഷൻ പേപ്പർ ആവശ്യങ്ങൾ രാവിലെ എടുക്കണം. ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇത് ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളെപ്പോലെ ദൈവത്തിൻ്റെ ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ രേഖാപ്രാർത്ഥനയൊക്കെ ഉള്ളത്, ആ വിഷയം. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇപ്പോൾ ഒരു പശുത്തൊഴുത്ത് കെട്ടാനാണ് പോയതെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂരേണ്ടത് ആ സ്ഥാനത്ത് പോയി നിന്നാണ് കൂരേണ്ടത്. അടുക്കള കെട്ടുന്നവരും എക്സ്ട്രഷ് എടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമമായിട്ട് ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ്? ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ചില പലചരക്കട ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ, കച്ചവട പീടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയി നിന്ന് ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത്. അപ്പോൾ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന. അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ, ഇപ്പോൾ കോടതിയിലെ കേസ് നടക്കണില്ലേ, അപ്പോൾ കേസ് നടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി, എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത്, അത് കയ്യിലുണ്ടാകണം. സ്ഥലം അളക്കുക, സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ. അതിൻ്റെ എഗ്രിമെൻറ്റ് പേപ്പർ, പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം, ഫയലുണ്ടാകണം. അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും. ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും. അത് നിങ്ങൾക്ക് മുട്ടനിക്കാൻ പറ്റുന്നൊരു മുട്ടയെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം. ആദ്യത്തെ ഭാഗം അച്ഛൻ കുരിശെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അതായത് അപ്ഡേഷൻസാണ് വന്നിരിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകേണ്ട, ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് അങ്ങയുടെ തിരുസനെ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവർ, ഇൻ്റർവ്യൂവിന് പോകുന്നവർ, വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോൾ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ രേഖകളുടെ മേലെല്ലാം നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായിലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാഹകയായി നിന്നവളെ, മക്കൾക്ക് പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത്. ആദ്യമേ അമ്മയെ അവരുടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആശീർവദിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപ അവർക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് പുരയിടമായിട്ട് ബന്ധപ്പെട്ട ഒരേ വിഷയങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട്, വാങ്ങാൻ പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുത്തവരുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ട് അതിൻ്റെ തീർവ് നടക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാരച്ചീട്ടിനെയും അങ്ങയുടെ തിരുസനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അതുപോലെ തന്നെ ഈശോയെ പലതരത്തിലുള്ള കീടങ്ങൾക്ക് കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ, അതുപോലെ തന്നെ പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും, അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ, വലയുടെ കേടുപാടുകൾ, സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക, സ്ഥിരമായി വലക്ക് കേടുപാട് വരിക, അങ്ങനെയുള്ള മേഖലകളിലുള്ള വസ്തുവകൾ, ഇംപ്യൂട്ട്സിനെ, ഉരുപ്പടികളെ, മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടിയും കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ എക്സ്റേ കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കാർഡുകളും അങ്ങനെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ, നിൻ്റെ തിരുമുറുവാർന്ന വരദകരം മക്കളുടെ മേലെ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിദേശ യാത്ര ചെയ്യുന്നവരെ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, അവരുടെ പാസ്പോർട്ടുകൾ, വിസ,
അതുപോലുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ സഹോദരൻ പ്രാർത്ഥിക്കണം. ഈശോ നിങ്ങളുടെ അകത്ത് നിൻ്റെ തിരുവാർന്ന് വർദ്ധകരം ആണിപ്പെടുന്ന അത്ഭുതകരം കർത്താവെ ഈ മക്കളുടെ ശിരസിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പണ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലനിൽക്കുന്ന തടസ്സങ്ങളെ, ദോഷങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ 39 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാസ്ഥാനം ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ യോഗ്യതയാലും അൽത്താരിൽ നടന്ന 16 ആരാധനയുടെ ദൈവികമായ ശക്തിയാൽ ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ പേരുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറവി തടസ്സങ്ങൾ വരെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുകയും ഇതിലെ ശുഭദീർഘമായ പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥനെ രേഖകളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവെ കണ്ണുനീരുടെ വിതയ്ക്കുന്നു അവർ ജയഘോഷത്തോടെ കൊയ്ത കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. കർത്താവെ കണ്ണുനീരുടെ പോകുന്നവർ, ആശങ്കയോടെ പോകുന്നവർ ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുവിയെ പരിശുദ്ധാത്മാവിനെ ദ ജോയ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നു. കർത്താവ് വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട്, വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട്, അവരുടെ താക്കോലുകൾ, അവരുടെ ലൈസൻസ് അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കുന്ന വിളിച്ചത് കർത്താവ് ആ ദൂതനെ അയച്ചു തരികയും നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നീ സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവമെന്ന് കർത്താവ് യാക്കോബിൻ്റെ പ്രാർത്ഥന പോലെ ഈ വഴി യാത്രയിൽ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധ ദേവമാതാവിനെ നിങ്ങളുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ വലത്തും ഇടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളെയും മുമ്പിനും പുറകിലും വരുന്ന മറ്റു വാഹനങ്ങൾ ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളെ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. Lord Jesus Christ, the fire finger, soak with the precious blood, Lord, infuse your spirit of power and grace. ഞാനിപ്പോൾ ഓർക്കവേ ദാവീദ് എങ്ങനെ ദാവീദായെന്ന് നമ്മൾ വെച്ചാൽ ഒരു ബെർത്തിമോസ് എന്ന് പറഞ്ഞൊരു അന്തനില്ല മർക്കോസിൻ്റെ 10-ാം അധ്യായത്തിൽ. ആ കക്ഷി ജന്മനാ അന്തനാണെന്ന് തോന്നുന്നു. അയാളവിടെ വഴിയരിയിരുന്ന് യാചിക്കണ സമയത്ത് വഴിയിൽ കിടന്ന ഉണക്കയില പുറത്തുകൂടി മഴ പെയ്യണ പോലെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇയാൾ കാത് കൊണ്ട് ഈ സാധനം പിടിച്ചെടുക്കും. അപ്പോഴേ ആൾക്കാർ ചോദിക്കും, അയാൾക്കോട് ചോദിക്കുക ആരാണ് ആ പോകുന്നതെന്ന് ഇയാൾ ഇങ്ങനെ കണ്ണ് കാണാൻ പോലെ തപ്പി ചോദിക്കും. പറയും ദാറ്റ് ഇസ് ജീസസ്, അത് കർത്താവാണ്, ഈശോ ആണെന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യൻ ചങ്കലച്ചുകൊണ്ടൊരു വിളിക്കും, ഈശോ ദാവീദിൻ്റെ പുത്രാ എന്ന് വിളിക്കും. ഇത് വിളിച്ചോട് കൂടിയുണ്ട് ഇങ്ങനെ എയർ ബ്രേക്ക് ഇട്ട പോലെ ഈശോ അങ്ങോട്ട് നിൽക്കും. എന്താ കാര്യം? ദാവീദെന്ന് കേൾക്കുമ്പോൾ ദൈവം നിൽക്കും. അത് ഭയങ്കര നിരതദ്രവ്യമുള്ള ഒരു പേരാണ്. ദാവീദ് അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ജീവിതം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ദാവീദിനോട് ഭയങ്കര ഇഷ്ടം എന്താണെന്നറിയാമോ? അയാൾ നമ്മളും ബൈബിളൊക്കെ തർജ്ജമ ചെയ്ത് ഭയങ്കര സുഖിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്താണ്? അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ ദാവീദ് സങ്കടപ്പെടുമ്പോൾ എന്താ പറയണത്? പിടിക്കപ്പെട്ടു, അവൻ്റെ പാപം തെറ്റാണെന്ന്, ആ പാപത്തിൽ അവനെ വീണിപ്പോയെന്ന് പറയുമ്പോൾ നിൻ്റെ കുടുംബത്തിൽ നിന്ന് വാള് ഇനി നീങ്ങത്തില്ലെന്നൊക്കെ നാദാമെന്ന് പറയുമ്പോൾ ദാവീദ് പറഞ്ഞു, വാള് നീങ്ങുകയോ പീരങ്കി കൊണ്ട് വെടിവെക്കുകയോ എന്തെങ്കിലും ചെയ്യും, എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നെ ഇട്ടച്ചും പോകരുത്. ഇത് മനോഹരമാണെന്നറിയാവോ? നിൻ്റെ വീട്ടിൽ നിന്ന് വാള് നീങ്ങിപ്പോകത്തില്ലെന്ന് പറഞ്ഞാൽ ചപിക്കുകയാണ്. ഇപ്പോൾ ദാവീദ് പറഞ്ഞത്, ദാവീദൊന്നും പ്രശ്നമില്ല, ഇത്ര വാള് കണ്ട മനുഷ്യനാണ്. പറയും വാള് നീങ്ങിപ്പോകാതിരിക്കുകയോ പീരങ്കി കൊണ്ട് വെടിവെക്കുകയോ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എന്നെ ഇട്ടച്ചും പോകരുത്. അത് ഭയങ്കര അർത്ഥമാണ്. എൻ്റെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നറിയാമോ? എന്നെ ഇട്ടച്ചും പോകരുതെന്നാണ്. അതായത് ഈ ഇൻറ്റിമസി വല്ലാതെ ദൈവത്തിൻ്റെ അനുഭവിച്ചൊരു മനുഷ്യനാണ്. എൻ്റെ ദൈവം എന്ത് സംഭവിക്കാം നമ്മുടെ ജീവിതത്തിൽ, നമുക്ക് ഒറ്റ പ്രാർത്ഥനയോട് ദാവീദിനെ പോലെ എന്നെ ഇട്ടച്ചും പോകരുത്. ദൈവം ആ പ്രാർത്ഥന കേട്ടു, ഞാൻ നിന്നെ ഇട്ട് പോകത്തില്ല. അബ്സലോം തള്ളിക്കളഞ്ഞപ്പോഴും അഹ്തോബേലെ ഒറ്റിക്കൊടുത്തപ്പോഴും കർത്താവ് ദാവീദിനെ കൂടെ നിന്നു. ദാവീദിനെ ഇട്ടിട്ട് കളഞ്ഞില്ല, കർത്താവ് കൂടെ നിന്നു. ഒലിവുമല ഇറങ്ങി വരുമ്പോൾ പരവേശം കൊണ്ട് അണ്ണാക്കം തള്ളി വരുമ്പോൾ സീബ ഒരു കൊട്ടപ്പമായിട്ട് നിൽക്കണ മനോഹരമായ കാഴ്ചയുണ്ട്. സീബ, നീ എവിടെ പോകണം? ഞാൻ ആ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകൻ എന്നെ ഉപേക്ഷിച്ചു, രാജധാനി പിടിച്ചെടുത്തു, ജനങ്ങളും പട്ടാളക്കാരും പോയി, നീ എന്ത് എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും, നീ എന്തിനു വന്നു?
അങ്ങേക്ക് വിശക്കുമെന്ന് എനിക്ക് തോന്നി. 2 സാമുവേൽ 16 എടുത്തേ. 2 സാമുവേൽ 16-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ദാവീദ് മലമുകൾ കടന്ന് കുറച്ചു ദൂരം ചെന്നപ്പോൾ മെഫിബോഷത്തിന്റെ ദാസനായ സീബയെ കണ്ടുമുട്ടി. അവന്റെ അടുക്കൽ 2 കഴുതകൾ ഉണ്ടായിരുന്നു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്കമുന്തിരിക്കുലയും 100 കുല വേനൽക്കാല ഫലങ്ങളും ഒരു തോൽക്കുടം വീഞ്ഞും ഉണ്ടായിരുന്നു. രാജാവ് സീബയോട് ചോദിച്ചു, ഇവയെല്ലാം നീ എന്ത് ചെയ്യാൻ പോകുന്നു? കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് കയറാനും. ഈ മനുഷ്യനെ കണ്ടില്ലേ? സീബ, ദൈവത്തിന്റെ സൗന്ദര്യം, ദൈവത്തിന്റെ കൂട്ട്. സീബയുടെ വേഷത്തില് ദാവീദിന്റെ അറ്റ കൈക്ക് സഹായിക്കുക. അതാണ് ഈ ദാവീദും ദൈവവും തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് മോസസ് ചില സമയത്തൊക്കെ ഈ മോസസാണ് ദൈവത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിലേ വൈകാരികമായ നിലപാടുകളിലൊക്കെ ദാവീദ് ചില സമയത്ത് ലീഡ് ചെയ്ത് നിൽക്കണ കാണാം. കാരണം ഇപ്പോൾ സീബയെ കൊണ്ടുവന്ന കണ്ട, സീബയെ ദൈവം കൊണ്ടുവന്നാണേ. പറ. കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് കയറാനും. നടന്ന് തളർന്നപ്പോഴേ അപ്പവും പഴവും ദാസന്മാർക്ക് തിന്നാനും. എല്ലാരും കൂടി കടത്തിക്കൂടി വന്നിരിക്കുകയാണ്. ദാസന്മാർക്ക് തിന്നാനും. വീഞ്ഞ് മരുഭൂമിയിൽ വെച്ച് തളരുമ്പോൾ അവർക്ക് കുടിക്കാനും അത്രേ. എന്തോ ഒരു പരിഗണന എന്നറിയാം. അതായത് ദൈവം സീബാനെ വിട്ടിരിക്കുകയും ഇത്രയും സന്നാഹങ്ങളോടുകൂടി. ദൈവസ്നേഹത്തിന്റെ ഒരു വലിയൊരു മനുഷ്യനാണ് ദാവീദ്. എല്ലാത്തിനെയും ദാവീദ് അതിജീവിച്ചത് ദൈവസ്നേഹം കൊണ്ടാണ്. ദൈവത്തിലെ അതുപോലെ നീയും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളെയും ദൈവസ്നേഹം കൊണ്ട് അതിജീവിക്കണം. എൻ്റെ പേര് ആഷ്ന. ഞാൻ അങ്കമാലി സെൻറ്റ് ജോർജ് ബസിലിക്ക ഇടവാംഗമാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഈ വർഷം ഒക്ടോബർ 5-ാം തീയതിയാണ്. ഞാൻ +2 2020 ഞാൻ പാസ് ഔട്ട് ആയത്. അതിനുശേഷം 2021 ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ കയറി. 1 വർഷം ഞാൻ പഠിച്ചു. ഡിസംബർ ആയപ്പോഴേക്കും എൻ്റെ കോഴ്സ് കഴിഞ്ഞു. 2022 ഏപ്രിൽ തുടങ്ങി ഞാൻ എക്സാം എഴുതുന്നതാണ്. 4 തവണ ഞാൻ എക്സാം എഴുതി. പക്ഷേ എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല. അപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു, നിനക്ക് പറ്റില്ല, നീ നിർത്തിക്കോ, നീ നാട്ടിൽ നഴ്സിംഗ് പഠിക്കുക, ഇത് നല്ല പാടാണ് പഠിക്കാൻ, നിനക്ക് പാസ്സാവാൻ പറ്റില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായപ്പോൾ മമ്മിയോട് ലാസ്റ്റ് പറഞ്ഞു, മമ്മി ഇനി എനിക്കിത് പാസ്സാവാൻ പറ്റില്ല, എനിക്കിനി പാസ്സാവണമെങ്കിൽ അത് ഈശോ മാതാവും തന്നെ വിചാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കൃപാസനത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. ഒക്ടോബർ 3-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരണത്. പക്ഷേ എനിക്ക് അന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഒക്ടോബർ 5-ാം തീയതി ഞാൻ വീണ്ടും വന്നു, ഇവിടെ ഉടമ്പടി എടുത്തു. ഞാൻ അധികം പ്രാർത്ഥിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. വീട്ടിൽ വെറുതെ ഇരുന്നാൽ പോലും രാവിലെ എനിക്ക് പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ പള്ളിയിലൊന്നും പോവില്ല. എന്തോ കുടുംബ പ്രാർത്ഥന ചെല്ലും, അല്ലാതെ പേഴ്സണൽ പ്രെയറോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. ഞാൻ എന്നിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഡേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും ഒന്നും പഠിക്കില്ലായിരുന്നു. ഡേറ്റ് എടുത്തതിന് ശേഷം ഒരു സംഭവം ഞാൻ പഠിച്ചിട്ടില്ല. എല്ലാ ദിവസവും സാക്ഷ്യങ്ങളിരുന്ന് കേൾക്കുമായിരുന്നു. അപ്പോൾ അതിലൊരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ ആ ചേച്ചി പറഞ്ഞു, പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തിനെ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പാസ്സായ ഒരു സാക്ഷി ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാനന്ന് എക്സാമിന് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ പാസ്പോർട്ട് ഹോൾ ടിക്കറ്റും അല്ലാതെ വേറെ ഒന്നും അവർ കയറ്റത്തില്ല. ഞാൻ എന്നിട്ട് നേരത്തെ കാശുരൂപം എടുത്തിട്ട് എൻ്റെ പോക്കറ്റിലിട്ടിട്ടാണ് കയറിക്കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പരീക്ഷ എഴുതാൻ തുടങ്ങി. നല്ല പാടായിരുന്നു. എനിക്ക് റീഡിങ്ങും ലിസണിങ്ങും ഒക്കെ എന്താ ചെയ്തതെന്ന് പോലും എനിക്ക് ഓർമ്മയുണ്ടായില്ല. പക്ഷെ എന്നാലും ഉടമ്പടി കാശുരൂപം വെച്ചിട്ട് ഞാൻ പരീക്ഷ എഴുതി തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കാശുരൂപത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടത് 60 മാർക്ക് ഞങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടത്. 60 എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കൂടെ എഴുതിയിട്ടു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. നവംബർ 15-ാം തീയതി റിസൾട്ട് വന്നു. എനിക്ക് റിസൾട്ട് നോക്കാൻ പേടിയായിട്ട് പോയ മമ്മി പറഞ്ഞു, നീ റിസൾട്ട് നോക്ക്, നീ പേടിക്കണ്ട, നീ മാതാവിന് കൊടുത്തല്ലേ എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ ഫോൺ എടുത്തു. ഫോണിൻ്റെ നേരെ തൈലമെടുത്ത് കുരിശ് വരച്ചിട്ട് ഒരു കയ്യിൽ കാശുരൂപം എടുത്ത് വെച്ച് എൻ്റെ നമ്പറെല്ലാം അടിച്ചു കൊടുത്തു. അച്ഛൻ പറയണ പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ലോഡ് എന്ന് പറയണ പോലെ ഈ 4 തവണ എക്സാം എഴുതിയിട്ട് 30 കൂടുതൽ മാർക്ക് കൂടാത്ത എനിക്ക് ആ ഒറ്റ ഇതിൽ 60 മേൽ ഞാൻ ആഗ്രഹിക്കാത്ത മാർക്ക് എനിക്ക് മാതാവ് തന്നെ ഞാൻ അനുഗ്രഹിച്ചു. 4 വിഷയത്തിനും ഞാൻ പാസ്സായി. അതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ പോണതിൻ്റെ തലേ ദിവസം ഞാൻ സെൻറ്ററിൻ്റെ അവിടെ നേരത്തെ എത്തി. ഞങ്ങൾ അവിടെ റൂം എടുത്ത് താമസിക്കായിരുന്നു.
രാത്രി ഒരു 11:30 ആയപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഒരു പല്ലുവേദന വന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. തലയൊക്കെ ഇങ്ങനെ പൊട്ടി പോണ പോലത്തെ വേദന. ലാസ്റ്റ് ഉറങ്ങാനും പറ്റുന്നില്ല. പിറ്റേ ദിവസം എനിക്ക് പരീക്ഷയ്ക്ക് പോകണം. അവസാനം ഞാൻ ഉടമ്പടി തൈലം എടുത്തിട്ട് വേദനയുള്ള ഭാഗത്ത് നന്നായി പുരട്ടി വെച്ചു. എപ്പോഴും ഞാൻ ഇറങ്ങിപ്പോയി. രാവിലെ എനിക്ക് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വേദനയില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ നല്ല സന്തോഷമായിട്ട് പോയിട്ട് എക്സാം എഴുതിയിട്ട് വന്നു. അതുപോലെ തന്നെ നവംബർ 15-ാം തീയതി റിസൾട്ട് വന്നെങ്കിലും റിസൾട്ട് വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കൈ കിട്ടാറുണ്ട്. എൻ്റെ റിസൾട്ട് വന്ന് 2 ആഴ്ചയായിട്ടും എനിക്ക് സർട്ടിഫിക്കറ്റ് വീട്ടിൽ വന്നില്ല. ലാസ്റ്റ് ഞാൻ എൻ്റെ കൂടെ എക്സാം എഴുതിയ കുറേ പേര് പാസ്സായവർക്കൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് വന്നു, എനിക്ക് മാത്രം വന്നിട്ടില്ല. ലാസ്റ്റ് ഞാൻ സെൻറ്ററിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കട്ടെ, നിങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വിളിച്ചു. പിറ്റേ ദിവസം വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആരോ മാറി വാങ്ങിയേക്കാണ്, നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ പുതിയ സർട്ടിഫിക്കറ്റ് ആക്കി തരാം, ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞു. ഒരാഴ്ചയും കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് വരണില്ല. പിന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നാളെ അയക്കാം, പിന്നെ അയക്കാമെന്ന് പറയണല്ലാണ്ട് ഒന്നും അവർ അയക്കുന്നില്ല. ലാസ്റ്റ് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ആയിട്ട് പ്രാർത്ഥിച്ചു. അവർ വിളിച്ചപ്പോൾ പറഞ്ഞു സർട്ടിഫിക്കറ്റ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. ഞാൻ പാസ്സായി. എൻ്റെ 4 മൊഡ്യൂളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് നീനു. ഞാൻ നോർത്ത് പറവൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അങ്കിളാണ്. ഈ വർഷം ആദ്യം മാർച്ച് 8-ന് അങ്കിള് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്കിൾക്ക് ഒരു ഷുഗർ പേഷ്യൻ്റാണ്. 300 ലെവൽ ഷുഗർ ഉണ്ട് അങ്കിൾക്ക്. വണ്ടിയുടെ എൻജിനിൽ കാല് വെച്ച് ഉറങ്ങിയത് കൊണ്ട് 2 കാല് പാദം മുഴുവൻ പൊള്ളിപ്പോയി. 8 മാസത്തോളം എടുക്കും അത് നേരെ ആവണമെന്ന് കാണിച്ച എല്ലാ ഡോക്ടർമാരും പറഞ്ഞു അത് ഇൻഫെക്ഷനായി. കാണുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കാഴ്ചയായിരുന്നു. അങ്ങൾക്ക് 2 കാലും നിലത്ത് കുത്താൻ പറ്റില്ലായിരുന്നു. എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോയിട്ട് ക്ലീൻ ചെയ്യണം. ഈ ഒരു സാഹചര്യത്തിൽ അത്ഭുതകരമായ രോഗശാന്തി ലഭിക്കണമെങ്കിൽ കൃപാസനത്തിൽ വരണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി. ഞാനും എൻ്റെ അമ്മയും ഒരുമിച്ച് വന്ന് അങ്കിൾക്ക് വേണ്ടി ഉടമ്പടി എടുത്തു. ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം 8-9 അല്ലെങ്കിൽ 1 വർഷം വരെ ഈ ട്രീറ്റ്മെൻറ്റ് നടത്തണമെന്ന് പറഞ്ഞതും അത് നന്നായില്ലെങ്കിൽ ഈ കാലുകൾ മുറിച്ച് കളയണമെന്ന് പറഞ്ഞ കാലുകൾ അത്ഭുതകരമായി അമ്മ മാതാവ് സൗഖ്യപ്പെടുത്തി തന്നു. ആ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ചോദിച്ചത് നിങ്ങൾ സ്കിൻ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ എവിടുന്നെങ്കിലും നിങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണോ വന്നതെന്നാണ് ചോദിച്ചത്. 300 ലെവൽ ഷുഗറുള്ള ഒരാൾക്ക് ചെറിയൊരു മുറിവ് വന്നാൽ തന്നെ ഉണങ്ങാൻ എത്ര സമയം എടുക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള എൻ്റെ അങ്കിൾക്ക് സൗഖ്യം തന്നിയ മാതാവിന് 1000 നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഉടമ്പടി സാക്ഷ്യം. ഞാൻ കണ്ടതാണ് കാല് കുത്താൻ പറ്റാതെ അങ്കിൾ നിന്ന്. അങ്കിൾ ഇവിടെ വന്ന് നിർത്തിയിട്ടുണ്ടത് അത് മാതാവ് മാത്രമാണ്. രണ്ടാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രൊമോഷനാണ്. ഇൻഷുറൻസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. 6 വർഷമായിട്ട് പ്രൊമോഷന് ട്രൈ ചെയ്യുന്നു. ഏറ്റവും നന്നായി പഠിച്ചും കോച്ചിങ് എടുത്തും പരീക്ഷ എഴുതിയാലും 1-2 മാർക്കിനാണ് ഫെയിലാവുന്നത്. ഓരോ തവണ പരീക്ഷ ഫെയിലാവുമ്പോഴും വളരെയധികം മാനസിക വിഷമം ഉണ്ടാകുന്നു. എന്നാലും ദൈവം തരാതിരിക്കില്ല എന്നുള്ള പ്രത്യാശയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടി വെച്ച ഇത് നടക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടായി. ഉടമ്പടി വെച്ചതിന് ശേഷം അറ്റൻഡ് ചെയ്ത പരീക്ഷയിൽ പ്രൊമോഷൻ ലിസ്റ്റിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വന്നിട്ടുണ്ട്. 6 വർഷം ട്രൈ ചെയ്തു. 7ാമത്തെ തവണ ഇവിടെ ഉടമ്പടി വെച്ചതിന് ശേഷം എഴുതിയ പരീക്ഷയാണ് വിജയിച്ചത്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൊന്തയിൽ കാശുരൂപം കൊടുത്തു വിട്ടിട്ടാണ് പരീക്ഷയ്ക്ക് പോരുന്നത്. പരീക്ഷയ്ക്ക് നന്നായി മാർക്ക് മേടിക്കാനും ഉയർന്ന സ്കോർ മേടിക്കാനും ഇൻ്റർവ്യൂവിന് നന്നായി പെർഫോം ചെയ്യാനും അമ്മ മാതാവ് എൻ്റെ ഹസ്ബൻഡിന് അവസരം കൊടുത്തു, പ്രൊമോഷൻ നൽകി അനുഗ്രഹിച്ചു. ഞങ്ങൾക്കൊരു ടൈൽസിൻ്റെ ബിസിനസ്സാണ്. ഒരു ഷോറൂമിൻ്റെ റെനോവേഷൻ നടക്കണം. അപ്പോൾ നമുക്ക് കട അടച്ചിട്ട് വേണം റെനോവേഷൻ നടത്താൻ. നമുക്കറിയാം കട അടയ്ക്കുമ്പോൾ ബിസിനസ് കുറയും. പക്ഷേ എന്നാലും നമ്മുടെ കാലത്തിനനുസരിച്ച് അത് മാറ്റേണ്ട ആവശ്യമുണ്ട്. അമ്മ മാതാവിന് പൂർണ്ണമായിട്ട് കടയെ സമർപ്പിച്ചു. ഞങ്ങളുടെ ആ ബ്രാൻഡിൻ്റെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂമായി ഡിസംബർ 9-ാം തീയതി ഞങ്ങൾ ഇനോഗ്രേറ്റ് ചെയ്തു. ഉടമ്പടിയിൽ വന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയത്. എൻ്റെ അനിയൻ എക്സസൈസ് ചെയ്യുന്ന വഴി മസിലിനൊരു സ്ക്രാച്ച് വന്നു. MRI സ്കാൻ എടുത്തപ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ടാണ് സ്കാൻ എടുത്തത്. അപ്പോൾ പറഞ്ഞു ഇതിന് വേറെ മരുന്നൊന്നുമില്ല, എപ്പോഴൊക്കെ വേദന വരുന്നോ അപ്പോൾ ഒന്നൊരു ഇഞ്ചക്ഷൻ എടുക്കണം. വളരെയധികം വിഷമിച്ചു. വേറെ മരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ അമ്മ വളരെ വിശ്വാസത്തോടു കൂടി ഉടമ്പടി തൈലം കയ്യിൽ പുരട്ടി പ്രാർത്ഥിച്ചു. പിന്നീട് ഒരിക്കലും എൻ്റെ അനിയന് ആ വേദന വന്നിട്ടില്ല. പിന്നെ എൻ്റെ കസിൻ ആൻറ്റിക്കൊരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ടായിരുന്നു. ഒത്തിരി പേരെ ചോദിച്ചിട്ടും ആർക്കും ആ പ്രോപ്പർട്ടി വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ആൻറ്റിക്ക് 2 മാസം കഴിഞ്ഞ് കുറച്ച് നിരാശയുണ്ടായാലും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഞങ്ങളെല്ലാവരും ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു സ്വപ്നം പോലെ മാതാവ് പറഞ്ഞു അവരോ വരുന്നുണ്ടെന്ന്. അത് സത്യമായിരുന്നു. പിറ്റേ ദിവസം ഒരു ലേഡി വന്നു, അവർക്ക് സ്ഥലത്തിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ സെയിൽ നടന്നു.
അങ്ങനെ ഓരോ അവസരത്തിലും മാതാവ് കൂടെയുണ്ട്. ഞാനിത് 2ാമത്തെ തവണയാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. ആദ്യം ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ അമ്മ മാതാവ് അനുഗ്രഹം തന്നു. ഇത്രയും വലിയ സാക്ഷ്യങ്ങൾക്ക് അവസരം തന്ന മാതാവിന് നന്ദി പറയുന്നു. ബൈബിൾ വായനയും പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് നമ്മുടെ ഉടമ്പടി ധ്യാനം ഏറ്റവും ശ്രദ്ധയോടെയും ആരാധന സമയത്ത്, ഹസ്ബൻഡിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ സമയത്ത് അതിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിന് നന്ദി പറയാണ്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോനാഥനും നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. കൃപാസനം പ്രസാദപര മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് പ്രിയ ബിജു. ഞാൻ പോത്താനിക്കാട് സെൻറ്റ് സേവിയേഴ്സ് ചർച്ച് ഇടവകാംഗമാണ്. ഞാനിവിടെ 29/3/2019 ഉടമ്പടി എടുക്കാൻ വന്നു. അത് എൻ്റെ മകൾക്ക് ഒരു അലർജി മൂലം യൂറിനിൽ കൂടെ പ്രോട്ടീൻ ലീക്ക് ഉണ്ടായിരുന്നു. അത് ഇടയ്ക്ക് ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റീറോയിഡ് കഴിച്ച് കഴിയുമ്പോൾ ഒരു 3 മാസം കഴിയുമ്പോൾ അത് മാറും. അങ്ങനെ വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്ന് ഒരു 2 വർഷം കഴിയുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ വരും. അങ്ങനെ അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. മുഖം ഇടയ്ക്ക് സ്റ്റീറോയിഡിൻ്റെ അലർജി അതുമൂലം, സ്റ്റീറോയിഡ് കഴിക്കുന്നത് മൂലം ചിലപ്പോൾ മുഖം ഇച്ചിരി വീർത്തൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരൊക്കെ കളിയാക്കുന്നത് ഭയങ്കര വിഷമമായിരുന്നു. അതിങ്ങനെ പല പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരിക്കൽ എന്നോട് ആരോ പറഞ്ഞു ഉടമ്പടി എടുത്താൽ നല്ല ഇതായിരിക്കും, അവിടെ പോയി ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഉടമ്പടിയെക്കുറിച്ച് കേട്ടിട്ടുമില്ല, ഒന്നുമില്ല. ഞാൻ ഇത്ര അകലെ ഒരിക്കലും വന്നിട്ടുമില്ല. അപ്പോൾ മകൾ തന്നെ ഒരു കൃപാസനം പേപ്പർ ഒരിക്കൽ കൊണ്ടുവന്നു. അത് ഞാൻ ജസ്റ്റ് കണ്ടു, അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിത് വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വന്നാൽ കൊള്ളാമെന്ന് തോന്നി. ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ കണ്ടു. സാക്ഷ്യങ്ങൾ കണ്ടപ്പോൾ പലരും സങ്കടപ്പെട്ട് കരഞ്ഞാണ് പറയണത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം അച്ഛനെ കണ്ട് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു എന്തായാലും സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ബയോപ്സി ഇടയ്ക്ക് വരുന്നത് കാണണം, ഒരു ബയോപ്സി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ബയോപ്സി ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ പ്രശ്നകരമായ ഒരു രോഗവുമില്ല, സാധാരണ ഒരു ഇതാണ്, അല്ല ഒത്തിരി ഭയങ്കരമായ കിഡ്നി അസുഖങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് 1 വർഷം നല്ല രീതിയിലൊക്കെ ഉടമ്പടിയെല്ലാം നോക്കി. അതിനുശേഷം ഇടയ്ക്കൊക്കെ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഇത്തിരിയൊക്കെ ഉടമ്പടി ഉഴപ്പി. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ഷാരൂഖ് ഖാൻ്റെ സിനിമയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ കാണും. അങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഈ ഡ്യൂട്ടിക്കെന്നും ഞാൻ ഈ സ്കൂട്ടറിലാണ് പോണത്. പോയപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സ്കൂട്ടർ വെട്ടി വീണു. കാലിന് ഭയങ്കര ലിഗമെൻ്റ് ഇഞ്ചുറിയൊക്കെ ആയി. അതിനുശേഷം എല്ലാവരും സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും കാലിന് വീണ്ടും വന്നില്ല. കുറച്ച് നാൾ റെസ്റ്റ് എടുക്കേണ്ടേ വന്നോളൂ. അതിനുശേഷം എല്ലാം ഓക്കെയായി. അപ്പോൾ എന്നും 30-60 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വളരെ വിഷമമാണ്. ഇങ്ങനെ ഈ രാത്രിയിൽ ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. 10 മണിക്ക് ശേഷം എനിക്ക് പോകുമ്പോൾ അത് ഭയങ്കര വിഷമമാണ്. ചിലപ്പോൾ മഴയാണ്, ഒരു വണ്ടി പോലും കാണില്ല റോട്ടിൽ കൂടെ. അപ്പോൾ എല്ലാവരും ഭയങ്കര റിസ്ക് ആണെന്ന് പറയും. പക്ഷേ ഞാനെന്നും അവിടെ നിന്ന് ഒരു കൊന്തയും ചൊല്ലി ഇങ്ങനെ ഇറങ്ങും. ആര് വന്നാലും ദൈവവും മാതാവും നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു ചിന്തയിൽ ഇങ്ങ് പോരും. അതിനുശേഷം ഞാൻ ഒരിക്കലും ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര മഴയൊക്കെയായി, ആരുമില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമം തോന്നി. ഞാൻ കണ്ണു നിറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മാതാവേ എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിന് ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് എൻ്റെ CV-യും ബയോഡേറ്റയും ഞാൻ ന്യൂസിലൻഡിലൊരു ആൾക്ക് കൊടുത്തിരുന്നു. ഒരാഴ്ചയുണ്ട് അവിടെ നിന്ന് റിപ്ലൈ വന്നു. എൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് അവർ തയ്യാറാണെന്നും, സൂം ഇൻ്റർവ്യൂ ഒരിക്കലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ആ ഇൻ്റർവ്യൂ വന്നു. ഞാൻ മാതാവിൻ്റെ കാശിലും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. തലേദിവസമാണ് ഇവർ പറയണത്. പിറ്റേ ദിവസം എനിക്കൊന്നും അറിയില്ല എന്താ പറയണത്. അവിടുന്ന് ഡയറക്റ്റ് നേഴ്സിംഗ് ഹോമിലെ മാനേജറാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഞാൻ മാതാവിൻ്റെ കാശിലും വെച്ച് 1/2 മണിക്കൂർ എനിക്ക് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് സമയം കിട്ടി. 6 മണിക്ക്, രാവിലെ 6 മണിക്കായിരുന്നു ഇൻ്റർവ്യൂ. ഞാൻ അവിടെ ഇരുന്ന് ഒരു ടെൻഷനുമില്ലാതെ അവർ ചോദിച്ചതിന് എല്ലാത്തിനും ആൻസർ പറഞ്ഞു. അതിനുശേഷം നമുക്കറിയില്ല എന്താണ് അവരുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ. 1 മണിക്കൂർ ശേഷം പറഞ്ഞു ഇൻ്റർവ്യൂവിൻ്റെ പാസ്സായി എന്ന് പറഞ്ഞു. പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കടമ്പകൾ ഇനിയും കിടക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിനോട് ഇടയ്ക്ക് ഞാൻ പറയും, മാതാവേ എല്ലാം നേരെയായി തന്നമേ, എൻ്റെ പ്രശ്നങ്ങൾക്ക് അമ്മയ്ക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടി. അതിനുശേഷം വിസ വരുന്നതിനൊരു പേടിയൊക്കെയായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഇക്കാമയിൽ ശരിക്കും എൻ്റെ പേരിൽ ഒരു 6 കുറവായിരുന്നു. വർഗീസ് എന്നുള്ളതിൻ്റെ 6 ഇല്ലായിരുന്നു. അപ്പോൾ ഈ ന്യൂസിലൻഡ് ഗവൺമെൻറ് ഇതെല്ലാം ശ്രദ്ധിക്കും. ഒരു 6 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും പിന്നെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, മാതാവേ ഒരു മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ആഴ്ചയിൽ എനിക്ക് വിസ വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 8-ാം തീയതി അവിടുത്തെ 8-ാം തീയതി എനിക്ക് വിസ കിട്ടി. ഞാൻ ന്യൂസിലൻഡിന് ഡിസംബർ 26-ാം തീയതി പോവുകയാണ്. പിന്നെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നു. മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് പല അസുഖങ്ങളും, അലർജി രോഗങ്ങളും, പിന്നെ 25 വർഷമായിട്ടുള്ള എൻ്റെ വയറുവേദന ഇതെല്ലാം മാറി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനും ഇതുപോലെ തന്നെ ഭയങ്കര വേദനയാണ് കഴിക്കുന്നത്. CTS കാർപ്പൽ ട്യൂണൽ സിൻഡ്രം എന്ന് പറഞ്ഞൊരു അസുഖമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ മാതാവിൻ്റെ തൈലം പറ്റാൻ നീയും പ്രാർത്ഥിക്കുക, ഒരു ഹിന്ദു കുട്ടിയാണ്. അങ്ങനെ പറഞ്ഞു ഞങ്ങൾ
ഞങ്ങൾ അത് ചെയ്തു. ആ കയ്യിൽ തൂത്ത് പ്രാർത്ഥിച്ചു, അവരും തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. അവളും നല്ല രീതിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ആ അസുഖം എല്ലാം മാറി. പിന്നെ അവൾക്ക് ഒരിക്കലും വേദന വന്നിട്ടില്ല. അങ്ങനെ പല പല അനുഗ്രഹങ്ങളും അമ്മ മാതാവ് തിരുക്കുമാരൻ വഴി എനിക്ക് തന്നു. നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.